നമ്മുടെ ചങ്ങനാശ്ശേരിയാ മാർക്കറ്റ് റോഡിൽ ഒരു അടിപൊളി കരിക്ക് ജ്യൂസ്. കരിക്കിന്റെ വെള്ളം, അതുകൂടാതെ ഒരു 100 ഐറ്റംസ് ഇട്ടിട്ടുള്ള ഒരു ബെഡ സാധനം. ഓ, കിടുക്കച്ച സാധനം. അത് കുടിക്കണമെന്നുണ്ടെങ്കിൽ വാ, ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡിലോട്ട് പോര്. ഒരു വട്ടം ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല, വീണ്ടും വീണ്ടും വന്നു കുടി. അത്രമാത്രം ടേസ്റ്റിയാണ്. ചേട്ടന്റെ വെട്ട് നോക്കി, അടിപൊളി വെട്ടുകാരൻ. അതേ കണ്ട, വെട്ടി നല്ല വൃത്തിയാക്കി അത് തുറന്നു, അത് വെട്ടി പൊളിച്ചെടുത്ത് അളിയുമ്പൻ എടുത്തു. അടിപൊളി സൂപ്പർ കരിക്കിൻ ജ്യൂസാണ്. ഒന്ന് കഴിച്ചു നോക്കൂ, ഭയങ്കരമാണ്. ഓ വേണ്ടാ, നല്ല വൃത്തിയുള്ള ഒരു കരിക്ക്, അടിപൊളി കരിക്ക്. ആള് പണി തുടങ്ങിയിട്ടുണ്ട്. അതേ കരിക്കിൻ വെള്ളം. അതിനകത്തുനിന്ന് വെള്ളം എടുത്തു, അതിന് കരിക്കെടുത്ത് ചെത്തി നല്ല വാഷ് ചെയ്ത് വൃത്തിയാക്കി പീസാക്കി, ചെറിയ നേരിയ പീസാക്കി കയറ്റുന്നു. ചേട്ടൻ കിടുവാ. ചേട്ടൻ കോഴിക്കോടുകാരനാ. അതിന്റെ വെറൈറ്റി അതിനകത്ത് കാണത്തില്ലേ? അതേട്ടാ, കരിക്ക് കയറ്റിയിട്ടു. കരിക്ക് ജാറിന്, മിക്സിയുടെ ജാറിനകത്തോട്ടാക്കി കയറ്റി, മിക്സിക്കകത്ത് കയറ്റി. കരിക്കിൻ വെള്ളം, നേരത്തെ എടുത്ത കരിക്കിന്റെ വെള്ളം ഒഴിച്ചു. ഇനി എന്തൊക്കെയുണ്ട്? പഞ്ചസാര. അടുത്തത് എന്താന്ന് നോക്കാം. ഏലക്ക. അടിപൊളി, നല്ല സൂപ്പർ ഏലക്ക. നല്ല നാടൻ പശുവിന്റെ പാല്. ഇത് പൊളിക്കും. വീണ്ടും നമ്മുടെ സ്വന്തം മിൽമ. അടിപൊളി, കിടുക്കുമെന്ന് തോന്നുന്നു. അടുത്തെന്താ? പൊടി. എന്തോ പൊടി. ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇവ പൊടിച്ച കൂട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 100 കൂട്ടം കൂട്ടുണ്ടെന്ന്. എന്താണെന്ന് നോക്കി. അടിപൊളിയായിരിക്കും. ഇത് പൊളിക്കും. അളിയപ്പൻ മിക്സി ഓൺ ചെയ്തിട്ടുണ്ട്. പണി നടക്കട്ടെ. പോരട്ടെ. കഴിഞ്ഞു. അത് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന്, അതായത് നല്ല കൂട്ട, മീൻസ് എന്തായാലും പറയുന്നത്, ക്രീമി പരുവത്തിലായിരിക്കുന്നത്. അത് ഫ്രീസറിൽ അടുക്കി വെച്ചു. ഫ്രീസറിൽ കൊണ്ടുവച്ച് ഇനി അത് അതേണ്ട വീണ്ടും വന്നു. ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ട് വന്ന് അതേപോലെ വീണ്ടും മിക്സിക്കകത്ത് നേരത്തെ ഇട്ട പോലെ തന്നെ ഫ്രീസറിൽ ഇരുന്ന സാധനം മിക്സിക്കകത്തോട്ടിട്ടു. വീണ്ടും മിക്സിയിലേക്ക് കയറ്റി, ജാറിനകത്തിട്ടിട്ട് മിക്സിയിലേക്ക് കയറ്റി. വീണ്ടും കരിക്കിൻ വെള്ളം. പൊളിക്കുന്നു. ഇനി എന്താ? പഞ്ചസാര പോരായിരുന്നു തോന്നുന്നു. കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പൊടി, നേരത്തെ പൊടി. ഏതാ? ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഉള്ള പൊടി. വീണ്ടും നമ്മുടെ നാടൻ പശുവിന്റെ പാല്. അത് അല്പമേ ഒഴിച്ചുള്ളൂ. രണ്ടാമത്, ആദ്യം ആവശ്യത്തിൽ കൂടുതൽ ഒഴിച്ചല്ലോ അല്ലേ. മിക്സി ക്ലോസ് ചെയ്തു. വീണ്ടും മിക്സി ഓൺ ചെയ്തു. പണി നടക്കുവാണ്. ചേട്ടന് കണ്ടോ? ചേട്ടൻ പുലിയാന്ന് തോന്നുന്നു. പുലിയാ കണ്ടില്ല? മനസ്സിലാവൂല. നമുക്ക് ഓരോ സാധനം. ബൂസ്റ്റ് ആവശ്യമുള്ളവർക്ക് ബൂസ്റ്റ്, എല്ലാവർക്കും ഒന്നും തരത്തില്ലായിരിക്കില്ല. ബൂസ്റ്റ് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. വീണ്ടും കരിക്കിൻ. അത് എന്താണെന്നറിയോ? ഇത് ഷെയ്ക്കല്ല, ജ്യൂസ് ആയതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും അല്പം കൂടി കരിക്കിന്റെ വെള്ളം ചേർത്തു. അത് ഓപ്പൺ ചെയ്തു. ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള പരുവത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. ഗ്ലാസ്സിൽ ഒഴിക്കുന്നു. കണ്ട അടിപൊളി സാധനം. കണ്ടോ? അവർ കുടി കണ്ടില്ലേ? ഗ്ലാസ്സിൽ നിന്ന് എടുക്കാതെ കുടിക്കുക. ക്യാമറ കണ്ടപ്പോഴത്തേക്ക് എങ്ങോട്ടൊന്ന് നോക്കി. എന്നാലും രക്ഷയില്ല. സൂപ്പർ, അടിപൊളി വെറൈറ്റി എന്നാ പറയുന്നത്. കോഴിക്കോടൻ വെറൈറ്റി.
കണ്ടോ ആ ചേട്ടൻ കണ്ടോ, ആ ചേട്ടന് അതിൽ നിന്ന് എടുത്തിട്ടില്ല, ഇതേവരെ എടുത്തിട്ടില്ല, അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. അടിപൊളി, പൊളിക്കും. ചേട്ടന്മാരുടെ കുടി കാണുമ്പോ അറിയാം അതിന്റെ ടേസ്റ്റ് എത്രമാത്രമാണെന്ന്. ഓ ചേട്ടന് വളരെ ഇഷ്ടം. സൂപ്പർ സൂപ്പർ വെറൈറ്റി, കോഴിക്കോടൻ വെറൈറ്റി എന്നാ പറയുന്നത്. കോഴിക്കോടൻ വെറൈറ്റി ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. അടിപൊളി, എന്തോ കോമഡി അടിച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി, പൊളിച്ചു. ഈ ടൈപ്പിലുള്ള സാധനം ഇതേവരെ ഇവിടെ കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത്. ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെയുള്ള ഒരു ഐറ്റംസ് കിട്ടില്ലേ. അടിപൊളി. ഓക്കെ, ചങ്ങനാശ്ശേരി ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ ബോട്ട് ജെട്ടി റൂട്ടിലേക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാത്തരം ജ്യൂസുകളും ലഭിക്കുന്ന ജാസ് കൂൾ ബാർ കാണാൻ പറ്റും.